കുമ്മാട്ടിക്കളി ഇന്ന് റിലീസായ മലയാള സിനിമയാണ്. വിൻസെൻ്റ് സെൽവയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇത് തമിഴിലും റിലീസാവുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ടൈറ്റിൽ പോസ്റ്റേഴ്സിലെല്ലാം തന്നെ കുമ്മാട്ടിക്കളി എന്ന ടൈറ്റിലിന് താഴെ അതിൻ്റെ ഒരു തമിഴ് ഡിസൈനും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു ബുദ്ധി ഇവർ കാണിച്ചത് അത് ഇവർക്ക് സമ്മതിച്ചിട്ടുണ്ട്. നല്ല തലയുണ്ട് അതിന്. കാരണം ഓണത്തിന് വെച്ചിട്ട് സ്ക്രീൻസ് കിട്ടാഞ്ഞിട്ട് പോസ്റ്റ്പോൺ ചെയ്തിട്ട് കറക്റ്റ് ഇന്ന് ഒക്ടോബർ 2-ന്, അതായത് മലയാളത്തിലായാലും ശരി ഇന്ത്യയിലെ ഒരു ഭാഷയിലും ഈ ഡേറ്റ്, അതായത് ഗാന്ധി ജയന്തി ഹോളിഡേ ആയതുകൊണ്ട് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഡഡ് വീക്കെൻഡ് കിട്ടിയാൽ 5 ദിവസത്തെ അത് യൂസ് ചെയ്യാൻ ഒരുത്തരും ധൈര്യമില്ല. അത് മണ്ടത്തരം എന്താണെന്ന് എനിക്കറിയില്ല. അടുത്ത ആഴ്ച വേട്ടയ്യാനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഇവിടെ നിന്ന് ഒരു പടവും ആയിട്ടില്ല. മലയാളി ഫ്രമിൻ്റെ ഒരു ബുധനാഴ്ചയായിരുന്നു റിലീസായത്, മെയ് 1-ന്. അത് നല്ലൊരു തീരുമാനമായാലും അങ്ങനെ നല്ലൊരു സിനിമ വന്നിരുന്നെങ്കിൽ. പക്ഷേ ഇവർ ആ ഒരു ഡേറ്റ് എടുത്തത് ഈ ടീമിനോടൊരു നന്ദിയുണ്ട്. പക്ഷെ പടം ഇതായി പോയെന്ന് മാത്രം. സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ചുമ്മാ ഇന്ന് വേറൊരു സിനിമ ഇല്ലാത്തതുകൊണ്ട് റിവ്യൂ ഇടേണ്ടതുകൊണ്ട് പോയി കണ്ടതാണ്. റിവ്യൂ ഇടേണ്ടതുകൊണ്ട് മാത്രം ഫുള്ള് കണ്ടിരുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ ഈ സിനിമയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ആദ്യത്തെ ഈ 5 മിനിറ്റിന് മുമ്പ് വരെ കുറച്ച് പിള്ളേർ ഇവരുടെ ഒരു ഫ്ലാഷ് ബാക്ക്, ഈ കുമ്മാട്ടി ഗ്യാങ്ങിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കണം. ആ പിള്ളേർ നന്നായിട്ട് അഭിനയിച്ചു. പക്ഷേ അവർക്ക് വെറും 2-3 മിനിറ്റ് മാത്രമേ സ്പേസ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മാധവ് സുരേഷ് നയിക്കുന്ന 4 സംഘം, മാധവ് സുരേഷ് ഉണ്ട്, പിന്നെ ധനഞ്ജയ് ഡാഡി കൂൾ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ച ഒരുപാട് പണ്ടത്തെ മെയിൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. കുറേ നാളായിട്ട് പുള്ളിയെ കാണുന്നൊന്നുമില്ലായിരുന്നു. ഈ സിനിമയിൽ 4 മെയിൻ ആർട്ടിസ്റ്റിൽ ഒരാളാണ് പുള്ളി, എനിക്കറിയാം. പിന്നെ ലെനയുണ്ട്, അസീസുണ്ട്. പിന്നെ അല്ലാതെ ഈ കുമ്മാട്ടി ഗ്യാങ്ങിൽ വേറെ 2 പേരുണ്ട്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല, എനിക്കറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഞാൻ നല്ല പെർഫോമൻസ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് അപ്രീസിയേറ്റ് ചെയ്യണം. പക്ഷേ ഇത് വെറുതെ അവരുടെ പേര് പിടിച്ച് ഞാൻ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയുമ്പം അത് വെറുതെ ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടി എന്തിനാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. അപ്പോൾ ഈ മാധവ് സുരേഷും ധനഞ്ജയും മറ്റ് 2 പേരും കൂടെ വന്നപ്പോൾ പിന്നെ തൊട്ട് ഇവരുടെ കളികളാണ്. അവിടെ തൊട്ട് ഫസ്റ്റ് ഇവരുടെ സീനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും ഈ പടത്തിനൊരു നിലവാരം. എന്ത് മോശം കാസ്റ്റിംഗ് ആണെന്നും അഭിനയിക്കാൻ ഒരുത്തനും അറിയത്തില്ലെന്നും. ഈ ധനഞ്ജയൊക്കെ എങ്ങനെ ഇത്ര മോശം പെർഫോമൻസ് ആയെന്ന് എനിക്കറിയത്തില്ല. പണ്ടൊക്കെ നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഭയങ്കര മോശം. അവിടെ തുടങ്ങി സിനിമ അവസാനം വരെ കാണിക്കുന്നത് മൊത്തം ദുരന്തവും ഒരു വകയ്ക്കും കൊള്ളാത്ത വൻ ദുരന്ത സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഈ കുമ്മാട്ടിക്കളി. എനിക്ക് ഒന്നും പറയാനില്ല. എന്ത് പറഞ്ഞാലും നെഗറ്റീവായി പോകും. ഞാനൊരു നെഗറ്റീവ് വോളിയല്ല. അല്ലെങ്കിൽ ഇപ്പം സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെ പാർട്ടി ആ ഒരു കാരണം കൊണ്ടൊക്കെ, പൊളിറ്റിക്സ് കാരണമൊക്കെയാണ് ഞാൻ ഈ റിവ്യൂ ഇങ്ങനെ ആക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല. പൊളിറ്റിക്സ് വേറെ, സിനിമ വേറെ. സിനിമയെപ്പറ്റിയാണ് പറയേണ്ടത്. എനിക്ക് സുരേഷ് ഗോപിയെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. ഗരുഡനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പാപ്പനൊക്കെ ഫേവറേറ്റ് മൂവിയായിരുന്നു. ഇപ്പോൾ ഗൂഗിൾ സുരേഷ്, ഈ മാധവിൻ്റെ ചേട്ടൻ, പുള്ളിയുടെ ആക്ടിങ് ഓക്കെയാണ്. പക്ഷേ പൊതുവൊരു ഇഷ്ടമുണ്ട് പുള്ളിയോട്. പക്ഷേ ഈ മാധവ് സുരേഷ് പുള്ളിക്ക് പറ്റുന്ന പണിയല്ല ഇത്. വേറെ പണി നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ ഫഹദൊക്കെ പോയ പോലെ ഒരു ബ്രേക്കൊക്കെ എടുത്ത് ആക്ടിംഗ് ഒക്കെ ചെയ്തു വരണം. അതല്ലാതെ ഈ സിനിമകളിൽ നിന്ന് അങ്ങനെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ സിനിമകൾ ചെയ്ത് പഠിക്കാം. പക്ഷേ ഈ ഒരു അഭിനയം വെച്ചിട്ടാണെങ്കിൽ എത്ര സിനിമകൾ ചെയ്യണം? ഒരു 100 സിനിമ ചെയ്താലും പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിച്ച് സെറ്റാവും തോന്നുന്നില്ല. അതിലും കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്ക് അതുവരെ ഇതുപോലെ നായകനൊക്കെ ആവുന്ന പ്രൊഡ്യൂസർമാരുടെ പണി അടപ്പ് തെറിക്കുന്ന പരിപാടിയായിരിക്കും. അല്ലെങ്കിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ബാക്കി ഇപ്പോൾ ഇവിടുത്തെ നായകന്മാർ ചെയ്യുമ്പം സപ്പോർട്ടിങ് റോള്, അതും മറ്റേ ചെറിയ വല്ല പരിപാടികളൊക്കെ ചെയ്ത് കയറി വരിക, അതേ നടപടിയുള്ളൂ. ഈ മാധവ് സുരേഷ് ഇതിൽ നന്നായിട്ട് ഇൻ്റർവ്യൂകളിൽ അഭിനയിക്കുന്നുണ്ട്. പുള്ളിയുടെ ഇൻ്റർവ്യൂ കണ്ടാൽ അറിയാം പുള്ളി പക്ക ആക്ടിങ് ആണ്. സുരേഷ് ഗോപിയെ പോലെ ഇടവിട്ടുള്ള സംസാരം, ബാസ്, ശബ്ദം ഒക്കെ പുള്ളി ആർട്ടിഫിഷ്യൽ ഒരു പരിധി വരെ സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെ ആ ഒരു ട്രെയിറ്റ് ഉണ്ട്. പക്ഷേ ഇത് പക്ക മിമിക് ചെയ്യുന്നൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പം അത് തന്നെ ഓവറാണ് ഇൻ്റർവ്യൂവിൽ. അതിൻ്റെ അപ്പുറം ഇതിലൊന്നെങ്കിൽ പുള്ളിയുടെ മുഖത്ത് ഭാവം ഇല്ല, അല്ലെങ്കിൽ ഈ ഡയറക്ടർ കുറച്ച് ഭാവം വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എക്സ്പ്രഷൻ വേണ്ടിടത്ത് ഒരു 10 എക്സ്പ്രഷൻ ഇടുക. അതാണ് മച്ചാൻ്റെ പരിപാടി. പ്രോപ്പർ നെപ്പോട്ടിസമാണ്. അതായത് സുരേഷ് ഗോപിയുടെ മകൻ അല്ലായിരുന്നെങ്കിൽ ഇതിലെ നായകൻ പോയിട്ട് കടൽ പശ്ചാത്തലമാണ്, ആ കടലിൻ്റെ സൈഡിൽ ഫുട്ബോളൊക്കെ കളിക്കുന്ന പിള്ളേരുണ്ട്. അതിലൊരു ആ ബാക്കിൽ നിൽക്കുന്ന ഒരു പയ്യനാകുമ്പോഴും ഉള്ള കഴിവില്ലാത്ത ഇതാണ് ആക്ടിങ്ങിൽ. ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഈ മാധവ് സുരേഷ് പ്രോപ്പർ നെപ്പോട്ടിസം. സുരേഷ് ഗോപിയുടെ മകനെ വെച്ച് ഒരു പടം ചെയ്ത് മാർക്കറ്റ് ചെയ്യാം എന്ന് ഇതിൻ്റെ ഡയറക്ടർ കരുതിയതാണ്. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ മാധവ് സുരേഷ് കൊടുത്തൊരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, 19-ാം വയസ്സ് തൊട്ട് എനിക്ക് വന്ന സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ റിജക്റ്റ് ചെയ്ത് എനിക്ക് പറ്റുന്നൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തതെന്ന്. അത് കേട്ടപ്പോൾ തന്നെ എനിക്കിതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായിരുന്നു. അതായത് പുള്ളി പറഞ്ഞത് എന്താണെന്ന്. പിന്നെ ഇത് പടം കണ്ടപ്പോഴാണ് പ്രോപ്പറായിട്ട് കത്തിയത്. അതായത് പുള്ളിക്ക് തോന്നിക്കാണും ഇതിനു മുമ്പ് വന്ന സ്ക്രിപ്റ്റൊക്കെ റിജക്റ്റ് ചെയ്യണം. കാരണം അത് ഭയങ്കരമായിട്ട് അഭിനയിക്കേണ്ട നല്ല ടീമിൻ്റെ അങ്ങനെ സിനിമയാണ്. ആ സിനിമ വെറുതെ മോശമാക്കണമെന്ന് കരുതിയായിരിക്കും പുള്ളി അങ്ങനെ ചെയ്തത്. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് മാധവ് സുരേഷ്. ഈ സിനിമ പുള്ളി ചെയ്താലും ശരി, മാധവ് സുരേഷ് ചെയ്താലും ഇപ്പോൾ മോഹൻലാൽ വന്ന് ചെയ്താൽ പോലും ഈ സിനിമ പൊട്ടുമെന്ന് മാധവ് സുരേഷിന് അറിയാവുന്നതുകൊണ്ടാണ് മാധവ് സുരേഷ് എന്നാൽ പിന്നെ ഇത് ചെയ്തേക്കാം എന്ന് കരുതി ചെയ്തത്. ഒരു ത്യാഗമാണ് പുള്ളി കാണിച്ചത്. ഏതായാലും 19-ാം വയസ്സ് തൊട്ട് റിജക്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കമ്മിറ്റ് ചെയ്ത് ഫസ്റ്റ് നായകനായിട്ട് റിലീസായ സിനിമ ഏതായാലും അടിപൊളി പടമാണ്.
അതൊക്കെ ഗോകുൽ സുരേഷ്. ഒന്നുമില്ലെങ്കിലും സിനിമ തിയേറ്റർ ഫ്ലോപ്പായാൽ പോലും ഇന്നും ആൾക്കാർ, ചില ആൾക്കാരെങ്കിലും ഫേവറേറ്റ് ഉള്ളൊരു സിനിമയാണ് മുദ്ദുഗു. ഇതിൻ്റെ ഡയറക്ടർ തമിഴനായതുകൊണ്ട് തന്നെ യൂത്ത് എന്ന് പറഞ്ഞ വിജയുടെ സിനിമ ആൾത്തൊട്ട ഭൂപതി ആ പാട്ടൊക്കെയുള്ള സിനിമയുടെ ഡയറക്ടറാണ്. അത് ഞാനത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്, ഞെട്ടിപ്പോയി. പുള്ളിയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചല്ലോ എന്ന് ഓർത്തിട്ട്. അതായത് പുള്ളി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വിട്ടും പോയി, എന്നാൽ ഇവിടെ കേരളത്തിൽ എത്തിയില്ല എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി ഈ സിനിമ. അവിടെ ഇല്ല ഇവിടെ ഇല്ല ഒരിടത്തും ഇല്ലാത്തൊരു സിനിമ. സീരിയസ്ലി പറയുവാണ്, ഏഷ്യാനെറ്റ് അല്ലെ സൂര്യ മലയാളം ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകൾക്ക് ഇതിലും ക്വാളിറ്റി ഉണ്ട്. ഇതിൽ കോമഡികളൊക്കെ ഉണ്ട്, നല്ല കിടിലം കോമഡികളൊക്കെ ഉണ്ട്. മാധവ് സുരേഷാണ് മെയിൻ കോമഡിയൻ. പുള്ളി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കൂട്ടുകാരെ പറ്റിക്കുന്ന എന്നെ ചിരി നമ്മളെ ചിരിച്ച് എനിക്ക് ചുമ വന്നു. അത്രയും കോമഡി സാധനങ്ങളാണ്. മാധവ് സുരേഷ് ഇങ്ങനെ നായിക ഇവർ സെറ്റാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂട്ടുകാരെ പറ്റിക്കുന്ന സീനുണ്ട്. അത് കേട്ട് വിശ്വസിക്കുന്ന നല്ല ബുദ്ധിമാന്മാരായ കൂട്ടുകാരും. കോമഡിയാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ, അതിനെ അങ്ങനെ പറയുമല്ല. പക്ഷേ നല്ല രസമുള്ള കോമഡിയായിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. കഴിഞ്ഞ ദിവസം മറ്റേ ഏതൊരു സിനിമയുടെ റിവ്യൂ ചെയ്തതുപോലെ പറഞ്ഞപ്പോഴത്തേക്ക് ഏതായാലും ഡയറക്ടർ ഉദ്ദേശം നടന്നു, ആൾക്കാർ ചിരിച്ചു. അതിപ്പം എന്തുദ്ദേശത്തിലായാലും പുള്ളി കോമഡി എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആൾക്കാർ ചിരിച്ചത് ആ കോമഡി കണ്ടിട്ടല്ല, പുള്ളി ഡയറക്ടറെ കളിയാക്കിയാന്ന് മാത്രം. ആ ഒരു ഫീലായിരുന്നു. കുറേ പിന്നെ അസീസിനെ വെച്ചിട്ട് കോമഡിയൊക്കെ ഉണ്ട്. അസീസൊക്കെ നല്ല ആക്ടറാണ്. ഈ സിനിമ എനിക്ക് ഉറപ്പാണ് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്ന അസീസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മറ്റേ കരിക്കിലെ ജോർജിൻ്റെ മറ്റേ ഭാസ്കർ ആൻഡ് ടെക്നോളജി എപ്പിസോഡിൽ ജോർജിൻ്റെ ഒരു മീമുണ്ട്. പുള്ളിയുടെ ടിക്ടോക്ക് വീഡിയോസ് കണ്ടിട്ട് പുള്ളിയുടെ തന്നെ ഒരു എക്സ്പ്രഷൻ റിയാക്ഷൻ അതേ സാധനമായിരിക്കും അസീസ് ഇതിൽ. ഈ സിനിമ അസീസ് തിയേറ്ററിൽ എവിടെ നിന്ന് കണ്ടാലും അത്രയ്ക്കും ഒരു പുള്ളി എന്തിനു ചെയ്യുമെന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത്. പണ്ടേ ഷൂട്ട് ചെയ്താന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ കോമഡികളൊക്കെ ഉണ്ട്. പണ്ട് തൊട്ടുള്ള വെറൈറ്റി കോമഡിയാണ്. ഡ്വാർഫായിട്ട് അല്ലെങ്കിൽ ഉയരം കുറഞ്ഞുള്ള ഒരാൾ തോണ്ടി വിളിക്കുമ്പോഴത്തേക്ക് ചുറ്റും ഇങ്ങനെ നോക്കി എന്തിയടാ ആരടാ എവിടെടാ എന്നൊക്കെ നോക്കുന്നു, താഴോട്ട് അല്ലെ കണ്ണ് പിടിക്കുന്നില്ല. അതൊക്കെ ഫ്രഷ് കോമഡിയാണ്. ഈ വിൻസെൻ്റ് സിൽവയെ കൊണ്ട് മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ. അടിപൊളി. ഇതൊക്കെ സംബന്ധിച്ച മാധവ് സുരേഷ് ഇൻ്റർവ്യൂവിലൊക്കെ വന്ന് എന്താ ആറ്റിറ്റ്യൂഡ്, എന്താ എല്ലാത്തിനെ പറ്റിയുള്ള സംസാരം, അതൊക്കെ ഒരു സ്ക്രിപ്റ്റ് കാണിക്കുമ്പോഴത്തേക്ക് അത് പോട്ടെ, സിനിമ നല്ലതോ മോശം അത് പോട്ടെ. പക്ഷേ ഇമാതിരി ദുരന്തങ്ങൾ, ഇമാതിരി തോന്നിവാസങ്ങൾ ഈ സ്ക്രിപ്റ്റിലുള്ളപ്പോഴത്തേക്ക് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ഇതും കൂടെ കാണിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇൻ്റർവ്യൂവിൽ ഒന്ന് അഭിനയിക്കുന്നത്. അതാണ് ഈ അഭിനയത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അപ്പോഴാണ് നമുക്കിത് അഭിനയിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പാവുന്നത്. അപ്പം അതാണ് എനിക്ക് സിനിമയോട് വ്യക്തിപരമായൊന്നുമില്ല. ദേഷ്യമുണ്ട്, അത് എൻ്റെ 130 രൂപ കളഞ്ഞല്ലോ എന്നുള്ളൊരു ദേഷ്യമുണ്ട്. അതിന് ഇത്രയെങ്കിലും പറയണ്ടേ. ആകെ മൊത്തം വൻ നിരാശ സമ്മാനിച്ച് എൻ്റെ 130 രൂപ ഇതിന് കൊടുത്ത പൈസ നേരെ എടുത്ത് രണ്ടായിട്ട് കീറിക്കളഞ്ഞാൽ ഇതിലും സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയേനെ. അത്രയും അതപ്പതിച്ചൊരു സിനിമയായിട്ടാണ് കുമ്മാട്ടിക്കളി അനുഭവപ്പെട്ടത്. റേറ്റിംഗ് ഒന്നും പറയാനില്ല. 0 അല്ല, ഒരു 0.5 ഔട്ട് ഓഫ് 5 ആണ് എൻ്റെ റേറ്റിംഗ്. അത് എടുത്തു പറയണം. കാരണം ആ 0.5 കൊടുക്കുന്നതിലെ പാട്ടുകളാണ്. എനിക്ക് 2 പാട്ടുകൾ ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റത്തെ കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ സോങ് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇവരൊരു റൊമാൻറ്റിക് ട്രാക്ക് വരുന്നുണ്ട്, മാധവ് സുരേഷിൻ്റെ നായികയുടെ, ആ ട്രാക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ സമയത്തൊക്കെ വരുന്ന വിഷ്വൽസൊക്കെ വെറും അസഹനീയമാണ്. മലയാള സീരിയൽ ഇൻഡസ്ട്രിക്ക് ഒരു മുതൽക്കൂട്ടാണ് ഇതിൻ്റെ ഛായാഗ്രാഹകൻ. അപ്പോൾ അത്രേ ഉള്ളൂ. സിനിമ ആരും കാണേണ്ടതാണ് എൻ്റെ അഭിപ്രായം, തുറന്നു തന്നെ പറയാം. ഇത് കണ്ടിട്ട് ഒരുത്തിനും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, 100% ഗ്യാരണ്ടിയാണ്. വെറുതെ പൈസ കളയണ്ട. OTT വന്നു കഴിഞ്ഞാലും കണ്ടു വെറുതെ സമയം കളയേണ്ടെന്നാണ് അഭിപ്രായം. നല്ല സിനിമകൾ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ മോശം സിനിമകൾ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത്. അതിപ്പോൾ 6 സിനിമയായാലും സപ്പോർട്ട് ചെയ്യരുത്.